ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യയാണ്. ആറന്മുള ഭഗവാന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി പുലർച്ചെ തന്നെ തിരുവോണത്തോണി എത്തി. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഭക്തരുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം ഇന്ന് ഒരു കൊമ്പനാനയാണ്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന കൊമ്പനാനയെ കാണുന്നതിനായി ധാരാളം ഭക്തർ ഇങ്ങനെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. ആനയുടെ പേര് തിരുനീലകണ്ഠൻ എന്നാണ്. ചിറക്കടവ് ദേവസ്വം വകയാണ് ഈ ആന. ആനയുടെ പാപ്പാനും നമ്മോടൊപ്പമുണ്ട്. ആനപ്പാപ്പാൻ കയ്യിൽ ഗ്ലൂക്കോസിൻ്റെ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ചേട്ടാ പേരെങ്ങനെയാ? എൻ്റെ സാബു. എന്താ ബിസ്ക്കറ്റാണ് രാവിലെ ആനയ്ക്ക് കൊടുക്കുന്നത്? രാവിലെ ഒരാൾ മേടിച്ചത് ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി തിരുവോണം എന്ന് പറഞ്ഞ ഒരാൾ തന്നു. ഇതിപ്പോൾ എന്തൊക്കെ കൊടുത്തു ആനയ്ക്ക് കഴിക്കാൻ? ആനയ്ക്ക് ഇവിടെ ശർക്കര, പായസം, കരിമ്പ് എല്ലാം കൊടുത്തു. നല്ല ഹാപ്പിയാണല്ലേ ഓണമായിട്ട്? ഒരു കുഴപ്പമില്ല. പാർത്ഥസാരഥി ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് വന്ന ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ആന തന്നെ സ്ഥിരം വരും. ചെറുക്കട ദിവസം നമ്മുടെ തിരുനീലകണ്ഠൻ തന്നെ ഇവിടെ വരുന്നത്. തിരുനീലകണ്ഠൻ തന്നെയായിരുന്നോ കഴിഞ്ഞ ഓണത്തിനും ഇവിടെ? കുറേ നാളുകളായിട്ട് ഇവൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആറന്മുളയായിട്ട് നല്ല ബന്ധമുള്ളൊരു ആനയാണല്ലേ? ഭഗവാന്റെ പാർത്ഥസാരഥി ഭഗവാന്റെ അടുത്ത് വരാനുള്ള യോഗമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാനുള്ള യോഗമുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു അല്ലേ? പ്രദക്ഷിണം രാവിലത്തെ ശിവേരി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ ഉള്ളൂ. 7 മണിയൊക്കെ ആകുമ്പോൾ 6:45 7 രാവിലത്തെ ശിവേരി ഉണ്ട്. എന്നിട്ട് മടക്കം എന്നാ? ഇനി 19 ഉത്രട്ടാതി കഴിഞ്ഞ്, ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞ്. ഉത്രട്ടാതി വള്ളംകളിക്കും സേവയൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ സേവയെല്ലാം കഴിഞ്ഞ് അവിടെ സത്രക്കട വരെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ പരിപാടി തീർന്നു. 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീരും. എപ്പോഴാണ് ഇവനിയും എപ്പോഴാണ് ആഹാരം? തീറ്റ എടുക്കണം, കാപ്പ് കുടിക്കണം. ആനയ്ക്ക് തീറ്റ വെട്ടിയിട്ട് കാപ്പ് പോയി കുടിക്കാമെന്ന് വെച്ചാൽ. പാപ്പനെന്തെങ്കിലും കഴിച്ചു രാവിലെ? ഇല്ല, കഴിച്ചില്ല. ഇനി ചായ കുടിച്ചോളൂ വെളുപ്പിനെ. അപ്പം ഇന്ന് തിരുവോണം ഓണാശംസകൾ. അതോടൊപ്പം തന്നെ തിരുവോണ സദ്യ എന്ന അമ്പലത്തിലാണല്ലേ? ഇവിടെ ഊണുണ്ട്. ഇതിപ്പോൾ ആനയുടെ തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് വേണം മൂക്കുണ്ണാൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഓണം. ആനയുടെ കാര്യമാണ് ഏറ്റവും ആദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ആനയുടെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓണമുള്ളൂ. എന്തെങ്കിലും നിർബന്ധ ബുദ്ധിയുള്ള ആനയാണോ? അതുണ്ട്. ചെറിയ ഉച്ചരിക്കറൊക്കെ ഉള്ള. എന്താ നിർബന്ധമാണ്? ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയോ പുള്ളി. ക്ഷിപ്രകോപിയാണല്ലേ? അടുത്ത് നിന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ കുഴപ്പമില്ല. പുള്ളിക്കൊരു നേരബോധമൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. ധാരാളം ഈ ഭക്തരൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്തു. ഏതായാലും തിരുനീലകണ്ഠൻ വളരെ ഹാപ്പിയാണ്. പാപ്പാൻ അരികിൽ തന്നെയുണ്ട്. ബിസ്ക്കറ്റാണ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. രാവിലത്തെ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി ഉണ്ട്. എങ്ങനെയുണ്ട് തിരുവോണം? തിരുവോണം നന്നായി പോകുന്നു. പാർത്ഥസാരഥി കണ്ടോ രാവിലെ? കണ്ടില്ല. തിരക്കായതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. തിരുവോണത്തോണി രാവിലെ വന്നിരുന്നു, കണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ആനയെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു. ആന ഇഷ്ടമാണല്ലേ? ആന ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തവരാരാ ഉള്ള ആനയല്ലേ? ആനയെ നേരത്തെ കണ്ടോ? ഈ ആനയെ നേരത്തെ കണ്ടോ? ഇല്ല, ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുധീർ നമ്മോടൊപ്പമുണ്ട്. ഇന്നിപ്പോൾ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി, വളരെ ആത്മീയ നിർവൃതിയോടുകൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നടന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു. അത് കാട്ടൂരിൽ നിന്ന് തിരുവോണത്തോണി പുറപ്പെട്ട് മഠത്തിൽ കയറി, മഠത്തിൽ നിന്ന് 10 മണി കഴിഞ്ഞ് പുറപ്പെട്ടു. ഇവിടെ കൃത്യസമയത്തെത്തി. ഒരു ആചാരങ്ങൾക്കും ഒരു കാര്യങ്ങൾക്കും ഒരു ഇതുമില്ലാതെ നല്ല അത്ഭുതപൂർവമായ തിരക്കായിരുന്നു. ആ തിരക്കെല്ലാം നിയന്ത്രിക്കപ്പെട്ട് എല്ലാവർക്കും നല്ല ദർശനവും കിട്ടി. ഇനിയിപ്പം ശിവബലി കഴിഞ്ഞ് ശ്രീഭൂതബലിയാണ്. ശ്രീഭൂതബലിക്ക് തന്ത്രിയാണ്, ബഹുമാനപ്പെട്ട തന്ത്രിയാണ് വരുന്നത്. തന്ത്രി വന്ന് ആ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തന്ത്രി അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് ശ്രീഭൂതബലിക്ക് ഇത് പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണം കഴിഞ്ഞ് ആണ് പിന്നെ ദർശനം നടക്കുന്നത്. അന്നേരം ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും ദർശനം കിട്ടും. ഇന്ന് തിരുവോണത്തിന് ഇവിടെ വരുന്ന എല്ലാവർക്കും ദർശനം കിട്ടുകയും ഒപ്പം തന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ന് ഭക്ഷണം, അന്നദാന പ്രഭുവാണല്ലോ തിരുവാറന്മുളയപ്പൻ. ഒരു അന്നദാനം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. അതവർക്ക് കിട്ടും. അത് പള്ളിയോട സഭാസംഘമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പള്ളിയോട സഭാസംഘം അത് മറ്റു ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ക്ഷേത്രത്തിന് വെളിയിലും അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വരുന്നവർക്ക് ഇന്ന് തിരുവോണമാണ്. ഭഗവാന്റെ പ്രസാദം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രസാദമുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന നെല്ല് കുത്തി അരി കൊണ്ടുള്ള പ്രസാദമാണ് ഇന്ന് ഭഗവാൻ നേദിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും തിരുവോണം ഭഗവാൻ നല്ല ഇതുവരെ കൊണ്ട് നല്ല തൃപ്തിയായിട്ട്, നല്ല ഇതായിട്ടും, നല്ല ആത്മീയപരമായ നല്ല ചൈതന്യത്തോടുകൂടി പോകുന്നു. എല്ലാ ആൾക്കാർക്കും തിരുവോണ ആശംസകളും ക്ഷേത്രോത്സവത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും നേർന്നുകൊള്ളുന്നു. അന്നദാന പ്രഭുവാണ് ആറന്മുളയപ്പൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വള്ളസദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകപ്രസിദ്ധം തന്നെയാണ്. ഇന്നും തിരുവോണ ദിനം ഭക്തർക്ക് തിരുവോണ സദ്യയുണ്ട്. ഒപ്പം തന്നെ ആറന്മുള ഭഗവാന് തിരുവോണ ദിനത്തിൽ ഓണസദ്യ, അതാണ് ഏറ്റവും ഭക്തി നിർഭരമായിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഇപ്പോൾ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.